ഒരുവിധപ്പെട്ട ഡയറക്ടേഴ്സ് ഒക്കെ അഭിനയിക്കാൻ വരികയാണ്, അത് വലിയ ശല്യമാണ്. അൽഫോൺസ് ഉൾപ്പെടെ പിന്നെ അവർക്ക് നിർത്തി പിന്നെ ചാൻസ് കൊടുക്കല്ലേ എന്നും പറഞ്ഞ് കുറെ പേരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇവർക്കൊക്കെ ഡയറക്ട് ചെയ്താൽ പോരെ? തേങ്ങല്ലേ. നിങ്ങളുടെ കംഫർട്ടബിൾ ഔട്ട്ഫിറ്റ് ഏതാ? അങ്ങനെ പറയണമെങ്കിൽ ഫ്രീ ഫ്രീ ഒന്നും ഇടാതിരിക്കല്ലേ. ബർത്ത്ഡേ ഷൂട്ട്. ശരിക്കും അത് പറയാൻ പഠിക്കുന്നത് ശരിക്കും എല്ലാവരുടെയും ഒരു കംഫർട്ടബിൾ ഔട്ട്ഫിറ്റ് അല്ലേ? ശരിക്കും അതാണ് സമാധാനം. എനിക്ക് യാതൊരു മടിയില്ല. അലിയനോട് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഇതിട്ടാണ് കിടന്നുറങ്ങുന്നത്. ശരിക്കും മുട്ട അടിച്ചു. അത് സിനിമ ടെക്നിക്കൽ. ഇവിടെയും ഈ ലുക്ക് അല്ല ശരിക്കും. ഞാൻ മുട്ടയടിച്ചു. മുട്ട അടിച്ചു. ഞാനും മുട്ടയടിച്ചു. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. എന്തിനു ബുദ്ധിമുട്ടായിരിക്കും? എന്തിനായിരുന്നു ബുദ്ധിമുട്ട്? അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു, എനിക്കും ബുദ്ധിമുട്ടായിരുന്നു. രതി നിർവഹത്തില് നിങ്ങളെ കോംബോ ഭയങ്കര രസമാണെന്ന് അത് ഓൾറെഡി ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തു ആളുകളിലേക്ക്. അയ്യോ അത് ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഈ രതി നിർവേദം അഭിനയിക്കാൻ പോകുന്നു ചേട്ടൻ പപ്പു. അതൊക്കെ ആര് അപ്ലോഡ് ചെയ്ത്? ആരോട് ചോദിച്ചിട്ട് അപ്ലോഡ് ചെയ്ത്? എനിക്ക് കിട്ടിയാലും ചെയ്യട്ടോ, കിട്ടി ചെയ്യില്ല. പിന്നെ ഇവിടെ അങ്ങനെ ഒരു ക്യാരക്ടർ ബോൾഡ് ആയിട്ട് പോവാൻ പറ്റില്ല. നേരം ഹിറ്റായപ്പോ ഉണ്ടായിരുന്ന ഒരു വികാരം പ്രേമത്തിൽ കിട്ടിയിട്ടില്ലായിരുന്നു. നേരം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പിസ്ത എന്നുള്ള പാട്ടിറങ്ങി, അത് റീച്ചായി കഴിഞ്ഞപ്പോ ഡേ ഇത് അങ്ങനെ ഒരു അത് പോട്ടറിൽ ലോട്ടറി അടിക്കുക എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, നമ്മൾക്ക് അറിഞ്ഞൂടായിരുന്നു ആ സമയത്ത്. എനിക്ക് പ്രത്യേകിച്ച് അറിഞ്ഞൂടായിരുന്നു. ഭയങ്കര പാട്ടാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ എപ്പോഴും അത് ഈ അപ്ലോഡ് ചെയ്ത് ഉച്ച വരെ, അതായത് ഒരു 4 മണിക്കൂർ വരെ എൻ്റെ വിചാരം ഇത് അടുത്ത സിൽസിലയാണ്. പക്ഷെ ആ ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം ഈ ഇന്റർവ്യൂ വരെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പാടി നടക്കാൻ പറ്റുന്ന പാട്ടുകൾ കൂടുതൽ 90s ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഇല്ലാന്ന് പറയുന്നത് ഞാൻ എന്നോടും എൻ്റെ ഒപ്പം ഉള്ള ആൾക്കാരോടും ചെയ്യുന്ന ഒരു ഇതാണ്. വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾക്ക് ടാലന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. ഇന്നത്തെ കാലത്താരും നമ്മൾ അംഗീകരിക്കുക കൂടിയില്ല, കാരണം ഒരുപാട് ആളുകൾ ഉള്ളൊരു സമയമാണ്. ഞാനൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇൻസൾട്ടിങ് അനുഭവിച്ചിട്ടുണ്ട്, ചെയ്യാത്ത തെറ്റിന്. ഇപ്പഴ സിനിമയിലെത്തിയതിനു ശേഷമല്ല, ഇതിനു മുമ്പ് ഇഷ്ടം പോലെ അയ്യോ ഇഷ്ടം പോലെ. നമ്മൾ ഒരു എത്രയൊക്കെ ഒതുക്കിയാലും എത്തേണ്ട അടുത്ത് എത്തും. നമ്മളൊരു കാര്യത്തിൽ മരുന്നുള്ള ആൾക്കാർ ഉറപ്പായിട്ട്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്, അഴകിലും ഉറപ്പിലും കാലാതീതം. ഹായ് ഹലോ നമസ്കാരം. സൈന സൗത്ത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ജങ്കാർ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 4 പേരാണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നമസ്കാരം. രാവിലെ തുടങ്ങിയിട്ടുള്ള പ്രൊമോഷൻ ആണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ രാവിലെ മുതലുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നോക്കിക്കാണെങ്കിൽ നിങ്ങൾ ഇടുന്ന ഔട്ട്ഫിറ്റ് ആണ്, ശബരി ചേട്ടന്റെ നേരത്തെ ഔട്ട്ഫിറ്റ് ആണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഇന്റർവ്യൂവിന് വരുമ്പോഴേ ഈ ഔട്ട്ഫിറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കും. ഇപ്പൊ ഒത്തിരി ഇന്റർവ്യൂസ് പ്രൊമോഷൻ കഴിഞ്ഞ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചു തുടങ്ങി. പക്ഷെ അത് ഭയങ്കര രസമുണ്ടായിരുന്നു, മറ്റേ മുണ്ടും അത് പറയിപ്പിക്കാൻ വേണ്ടി മാത്രം ആണല്ലേ. പക്ഷെ അതൊരു ഇന്റർവ്യൂവിന് ഇരുന്നുള്ളോ? അല്ല, 3 ഇന്റർവ്യൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ഭാഗം കൂടിയാണല്ലോ ഈ ഔട്ട്ഫിറ്റ് എന്ന് പറയണേ. പക്ഷെ ഞാൻ സെലിബ്രിറ്റീസിനോട് സംസാരിക്കുന്ന സമയത്ത് കൊളാബായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ പൈസ മുടക്കും. അതൊരു ഭയങ്കര ഒരു ചെലവാണ്. ഈ പണിയെടുക്കുന്നതിന്റെ പൈസന്റെ പകുതി നമ്മളവിടെ ചെലവാക്കേണ്ടി വരും, അങ്ങനെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് സത്യം പറഞ്ഞാൽ. നമ്മളൊരു ആക്ടർ നിലയ്ക്ക് അല്ലേ, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അതൊക്കെ. കൊളാബൊന്നും അല്ല ഇൻവെസ്റ്റ്മെന്റ്, കാശ് കൊടുത്ത് നല്ല ഡ്രസ്സ് ഇടുക എന്നുള്ളത്. ഞാൻ കൊളാബ് ചെയ്തിട്ടേ ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. നിങ്ങളുടെ കംഫർട്ടബിൾ ഔട്ട്ഫിറ്റ് ഏതാ? അങ്ങനെ പറയണമെങ്കിൽ ഫ്രീ. എനിക്ക് മുണ്ടും ലുങ്കി ഷർട്ട് അതൊക്കെയാണ് ഇഷ്ടം. കംഫർട്ടബിൾ. എനിക്ക് ഒക്കേഷൻ ഡിപെൻഡ്സ് ഓൺ ദ ഒക്കേഷൻ. ഓക്കേ, വീട്ടിലൊക്കെ ആണെങ്കിൽ പ്ലാൻ ചെയ്ത് ഒന്നിരിക്കുമ്പോൾ ആൻസർ നേരത്തെ കംഫർട്ടബിൾ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഒന്നും ഇടാതിരിക്കല്ലേ. ബർത്ത്ഡേ ഷൂട്ട്. ശരിക്കും അത് പറയാൻ പഠിക്കുന്നത് ശരിക്കും എല്ലാവരുടെയും ഒരു കംഫർട്ടബിൾ ഔട്ട്ഫിറ്റ് അല്ലേ? ശരിക്കും അതാണ് സമാധാനം. എനിക്ക് യാതൊരു മടിയില്ല. അലിയനോട് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ. സത്യം പറയാ ഏതാ
ഏതാ ഇത് തന്നെയാണോ? ഇത് തന്നെയാ. ആ ഓക്കെ. സംശയം വേണ്ട, ഉറപ്പിച്ചു. ഇതിട്ടാണ് കിടന്നുറങ്ങുന്നത്. പാന്റും ഷർട്ടും ആണ് കംഫർട്ടബിൾ. കംഫർട്ടബിൾ ഔട്ട്ഫിറ്റ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഉള്ളതുപോലെ പറയും അല്ലേ? ചിലപ്പോ അത് ബാക്കിൽ എന്തെങ്കിലും ഒരു പണി വരുമോ അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ ഒന്നും ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിച്ചിട്ട് എന്ത് കാര്യം? പണി എന്തായാലും ഞാനും പറഞ്ഞില്ലെങ്കിൽ ഇവരൊക്കെ പറയും. പറയൂ. ഒന്നും പറഞ്ഞില്ലെങ്കിലേ പറയും, പറഞ്ഞു കഴിഞ്ഞാലും പറയും. പിന്നെ എന്തിനാ വാങ്ങി പറഞ്ഞിട്ട് പറയട്ടെ. പറയാനുള്ള പറയാ, അത്രേ ഉള്ളൂ. ഓ അടിപൊളി. പൊതുവെ ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരികയാണെങ്കിൽ അതിനെ കുറിച്ച് പറയാൻ മടിക്കും. പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി ഫെയിമിലേക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് പേടിയാണ്. കാരണം നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടോ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടോ, അത് പലരും ഇൻഫ്ലുവൻസ് ചെയ്യും, അങ്ങനെ 100 കാര്യങ്ങൾ തലയിൽ പോകുള്ളൂ. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമല്ലേ? അങ്ങനെ ആൾക്കാർക്ക് പറയുന്ന ആൾക്കാരെ തന്നെയാണ് ഇഷ്ടം തോന്നുന്നു അല്ലേ? എന്തുണ്ടെങ്കിലും അത് തിരുത്തി അത് കറക്റ്റായിട്ട് കാര്യങ്ങൾ അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരെ തന്നെയാണ് ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. അതിൽ പേടിച്ചിട്ട് നിന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മുടെ അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ട്രെൻഡ് മനസ്സിലാക്കി നമ്മൾ മൂവ് ട്രെൻഡിനൊപ്പം. പോസ്റ്റർ നോക്കുന്ന സമയത്ത് ലുക്ക് അഫ്കോഴ്സ് വന്നപ്പോ ആദ്യം നോക്കണ ഞങ്ങൾ ശബരിശേട്ടൻ ഇങ്ങനെ കണ്ടിട്ടില്ല. മൊട്ടയടിച്ച ലുക്ക് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. ശരിക്കും മൊട്ടയടിച്ചോ? അത് സിനിമ ടെക്നിക്കൽ. ഇവിടെയും ഈ ലുക്ക് അല്ല ശരിക്കും. ഞാൻ മുട്ടയടിച്ചിട്ടുണ്ട്. മൊട്ടയടിച്ചു. എന്താ അങ്ങനെ? അപ്പൊ ഞാനും മുട്ടയടിച്ചു. മൊട്ടയടിച്ചു. എനിക്ക് മുട്ടയടിക്കേണ്ടി വന്നില്ല, അതുകൊണ്ട് ഞാൻ മുട്ടയടിച്ചില്ല. അല്ലെങ്കിൽ ഞാനും അടിച്ചേനെ. ശരിക്കും അങ്ങനെ മുടി കളഞ്ഞിട്ട് നടക്കില്ല കേട്ടോ, അതാ നോക്കണു. ഓപ്പൺ ആയിട്ട് പറയുന്ന ആളല്ലേ? മനസ്സിലായിരിക്കണു. ശരിക്കും മുടി കളഞ്ഞിട്ട് മുടി കളയാന്ന് പറയുകയാണെങ്കിൽ ആ കഥാപാത്രത്തിലേക്ക് എത്തി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഹെയർ പോയി അടുത്ത സിനിമയുടെ ഭാഗമായി വരുമ്പോൾ മുടി വേണം. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. എന്തിനു ബുദ്ധിമുട്ടായിരിക്കും? എന്തിനായിരുന്നു ബുദ്ധിമുട്ട്? അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു, എനിക്കും ബുദ്ധിമുട്ടായിരുന്നു. ആക്ച്വലി എനിക്ക് 2 പ്രാവശ്യം മുട്ടയടിക്കേണ്ടി വന്നു. ആദ്യം മുട്ടയടിച്ചു. അൺഫോർച്ചുനേറ്റ്ലി പള്ളിയിൽ പോയപ്പോ അതല്ല, പടത്തിന് വേണ്ടിട്ട് ആദ്യം മുട്ടയടിച്ചു. പിന്നെ ഒന്ന് ബ്രേക്കായി, മൂവി ബ്രേക്ക് ആയിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഈ 6 മാസത്തിൽ എന്റെ മുടി ഫുൾ പഴയ പോലെ നന്നായിട്ട് വന്നു. വീണ്ടും തുടങ്ങിയപ്പോൾ വീണ്ടും മുട്ടയടിച്ചു. അങ്ങനെ 2 പ്രാവശ്യം മുട്ടയടിക്കേണ്ടത്. അങ്ങനെ ഒരു കല്യാണം മുടങ്ങി. അതെന്തിനാ ഇവിടെ പറയണേ? വേറെ എവിടെ പറയാൻ? അടുത്ത പടത്തിൽ പറയാൻ പറ്റൂ? അങ്ങനെ അത് കാരണമല്ല, ലൈക്ക് അത് ഈ ടൈമിലൊക്കെ ആയിരുന്നു. അപ്പൊ അതിങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോയി. പിന്നെ അങ്ങനെയൊക്കെ ആർക്കും വിഷമിക്കല്ലേ? പറഞ്ഞപ്പോ അയ്യോ സോറി. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ സാക്രിഫൈസ് ചെയ്യണം എന്നല്ലേ? അല്ല ഈ സിനിമയിൽ ഈ ക്യാരക്ടർ അത്രയും നല്ല ക്യാരക്ടർ ആയതുകൊണ്ടും ആ മൂവിയെ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടും ഐ വാസ് വെരി ഹാപ്പി ടു ഡു ദാറ്റ്. അതുകൊണ്ട് എനിക്കത് കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമുക്ക് ഇഷ്ടമുള്ള ജോലിയല്ലേ. ഞങ്ങൾ ഇതിനെക്കുറിച്ച് ന്യൂസ് വരുമല്ലോ സിനിമയെ കുറിച്ചുള്ള, അത് വായിച്ച സമയത്ത് അപ്പാൻശരത്ത് ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ ആണെന്നാണ് അതിന് എഴുതി വെച്ചത്. എല്ലാ സിനിമയിലും ഇത് തന്നെ ഞാൻ പറയണേ. ഞാനും പറയണ, ക്രൂ അങ്ങനെ പറയും, ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടർ. ശരിയായിരിക്കാം, ശരിയാണല്ലോ. ജങ്കാറിലെ എന്റെ ക്യാരക്ടറിന്റെ പേര് അഭീന്ദ്രൻ എന്നാണ്. അങ്ങനെ ക്യാരക്ടർ ചെയ്തിട്ടില്ല ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ധൈര്യമായി പറയാം. പിന്നെ ഇതുണ്ട്, പ്രത്യേകതകളുണ്ട് ഒത്തിരി. കാര്യം തൊട്ട് മുമ്പ് ചെയ്ത ക്യാരക്ടേഴ്സിനെ കാട്ടി കുറച്ച് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അങ്കമാലിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അയ്യോ ഇത് വിജയിച്ചില്ലെങ്കിൽ എന്താവും എന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വിട്ടിട്ട് ഇപ്പൊ ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യുക, അതിൽ എത്രത്തോളം സിൻസിയർ ആയിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ള മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഈ സിനിമയിൽ ഇപ്പൊ ശബരിശേട്ടൻ ഇപ്പൊ സിനിമ ചെയ്യുന്നു. ഇപ്പൊ നമ്മളിപ്പോ നോക്കുമ്പോഴേ നിങ്ങൾ എടുക്കുന്ന സിനിമകള് അത് അത്രയുണ്ട്. ഇപ്പൊ ഒത്തിരി സിനിമ ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു സിനിമ നമ്മൾ എത്തുന്ന സമയത്ത് നല്ല സിനിമയായിരിക്കാം, അത് ആളുകളിലേക്ക് എത്തും എന്നൊക്കെ വിശ്വാസത്തിലാണ് ഒരു കഥ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അത് സമ്മതിക്കണേ. പക്ഷെ പലപ്പോഴും സിനിമ തിയേറ്ററിൽ വരുമ്പം 2 രീതിയിൽ അത് വരാം. വിജയിക്കാം, അതിനെ തോൽക്കാം. പക്ഷെ അതിനെ നിങ്ങൾ എടുക്കുന്നത് എങ്ങനെയാ ശരിക്കും ഒരു ആക്ടർ എന്ന നിലയിൽ? ഏറ്റവും കൂടുതൽ നമ്മൾക്ക് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ പാഠങ്ങൾ കിട്ടുന്നത് പരാജയത്തിൽ നിന്നാണ്. കറക്റ്റ്. വിജയിക്കുമ്പോൾ നമ്മളത് മതിമറന്ന ആ വഴിക്ക് പോകും. അത് ഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ ആദ്യത്തെ 2 സിനിമ എൻ്റെ വലിയ വിജയങ്ങളായിരുന്നു. അതിൽ നിന്ന് പ്രത്യേകിച്ച് പാഠങ്ങളൊന്നും പഠിക്കാൻ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇൻഡസ്ട്രിയിലേക്ക് കയറുന്നതും ഇൻഡസ്ട്രിയിലൂടെ സഞ്ചരിച്ച് ഈ 10 വർഷം വരുമ്പോൾ ഒരുപാട് പാഠങ്ങൾ എനിക്ക് കിട്ടി. അതിൽ വിജയിച്ച പടങ്ങളുണ്ട്, പരാജയപ്പെട്ട പടങ്ങൾ. ഒബ്വിയസ്ലി പരാജയപ്പെട്ട പടങ്ങളുടെ എണ്ണമാണ് കൂടുതൽ. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് എൻ്റെ മാത്രം കാരണം കൊണ്ട് മാത്രമൊന്നുമല്ല. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഫോർമുല ഒരാൾക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതേവരെ. ലോകത്തിലെ ഒരു ഭൂമിയിൽ ഇതേവരെ ജനിച്ചിട്ടുള്ള
ഒരു ഡയറക്ടറിനും ഒരു എഴുത്തുകാരനും ഒരു ആക്ടറിനും ഇതേവരെ ഇങ്ങനൊരു ഫോർമുലയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പടം വിജയിക്കും എന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഒരാൾക്ക്. അത് ടൈം ടു ടൈം അത് പ്രേക്ഷകൻ ഓരോ മൂഡാണ്. വോട്ട് ചെയ്യാൻ പോകുന്ന പോലെ വോട്ട് ചെയ്യുന്നതിന്റെ ബൂത്ത് വരെ അവൻ ചിലപ്പോൾ അരിവാൾ ചുറ്റി കയറിക്കും അവന്റെ മനസ്സിലുള്ളത്. ചിലപ്പോൾ കൈപ്പത്തിക്ക് കുത്തും, നേരെ തിരിച്ചും സംഭവിക്കാം. താമരയ്ക്കും ചിന്തിക്കാം, അതെ തിരിച്ചും ചെയ്യാം. ഇത് രണ്ടും അല്ലാണ്ട് താമരയ്ക്കും ചെയ്യാം, ഇത് രണ്ടും അല്ലാണ്ട് വേറൊരു സ്വതന്ത്രനും ചെയ്യാം. അത് ആ സമയം അത് പ്രേക്ഷകന്റെ കയ്യിലാണ്. പ്രേക്ഷകന്റെ മൂഡ് അനുസരിച്ചിട്ടാണ് ജയപരാജയങ്ങൾ ശരിക്കും സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുത്തു. ആ മനസ്സിലാക്കിയത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് എനിക്ക് പറയാനറിഞ്ഞൂടാ. നമ്മളെ തന്നെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അല്ല, നമ്മളെ പണി ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. സത്യം, അത്രേ ഉള്ളൂ. വേറെ പണിയൊന്നും അറിഞ്ഞൂടാത്തതുകൊണ്ട് മറ്റുള്ളവർ എന്ത് പണി പറയുന്നത് ചെയ്യുക മാത്രമേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും വേറൊരു പണി ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പൊ അതൊരു പണിയായി മാറും. പിന്നെ സിനിമ ചുറ്റും ഈ പാട്ട് എഴുത്താവുന്നല്ല, ഡയറക്ഷൻ, ക്യാമറ ഒന്നുമല്ല. ഇല്ല, പാട്ടെഴുത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ടിൽ പ്രേമം ഞാൻ പാട്ടെഴുത്ത് എന്ന് പറഞ്ഞൊരു ഇതിനെ കുറിച്ച്, പക്ഷെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അതിനു മുമ്പ്. പ്രേമത്തിലെ തന്നെ സീൻ കോൺട്ര കലിപ്പ് എന്നുള്ള പാട്ടുകളൊക്കെ പ്രേമത്തിനേക്കാൾ 1.5-2 വർഷം മുമ്പ് എഴുതപ്പെട്ടതും പാടിയതുകൊണ്ടുള്ള പാട്ടുകളാണ്. അത് പിന്നെ പ്രേമത്തിലേക്ക് എടുക്കുകയായിരുന്നു. അപ്പോഴൊന്നും ഒരു സിനിമയിൽ പാട്ടെഴുതുക എന്നുള്ള ജോലിയെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് ഇന്നും ഞാൻ എന്നെ ഒരു നല്ലൊരു ഗാനരചയിതാവായിട്ട് ഞാൻ കാണുന്നില്ല. എന്നേക്കാൾ ഇന്ന് നമ്മൾ വളരെ, അതായത് മലയാള പ്രേക്ഷകർ വളരെ അനുഗ്രഹീതരായിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ വളർന്ന സമയത്ത് വളരെ ചുരുക്കം, അത് ഈ ഒരു ഒറ്റ കയ്യിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ ഒരു 90s to 2010 എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തൊരു കൈതപ്പുറം, ഒരു ഗിരീഷ് പുത്തഞ്ചേരി, ഒരു ഷിബു ചക്രവർത്തി, അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, വേഴ്സറ്റൈൽ ആയിട്ടുള്ള ലിറിക് റൈറ്റേഴ്സ് ഉള്ള സമയമാണ്. അപ്പം അങ്ങനെ ഞാൻ ഇന്നും ചിന്തിക്കുന്നില്ല ഞാൻ നല്ലൊരു ലിറിസിസ്റ്റാണ്, ഒരു ഗാനരചയിതാവെന്ന് ഞാൻ എന്നെക്കുറിച്ച് പേഴ്സണലായിട്ട് എൻ്റെ കാര്യം ഞാൻ പറയുന്നു. ഒരുപാട് പാട്ടുകളൊക്കെ ഹിറ്റൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇന്നും ഞാൻ അങ്ങനെ റെഗുലറായിട്ട് എഴുതുന്നൊരു റൈറ്ററേ അല്ല. ഇന്ന് നമ്മൾക്ക് ഉഗ്രൻ മറ്റേ വിനായക് ശശികുമാർ, സുഹൈൽ കോയ, മോസിൻ പെരാരി, അൻവർ അലി, വിശാഖ് സുഗുണൻ, അങ്ങനെ ഇഷ്ടം പോലെ മനു മഞ്ജിത്ത്, അങ്ങനെ എത്ര പേരെ നമുക്ക് എണ്ണ. ഇവരെല്ലാവരുടെയും സൂപ്പർ ഹിറ്റുകൾ നമ്മൾ ഒന്നുമല്ല 10-20 വർഷം മുമ്പ് നമ്മൾ പാടി നടന്ന, ഞാൻ കുറച്ച് മുമ്പുള്ള ഇതിൽ നമ്മൾ പറഞ്ഞു പാടിയൊരു പാട്ടാണ്, കണ്ണാടിപ്പുഴയിലെ വെള്ളാരം കല്ലുമായി ലജ്ജാവതി. നമ്മള് അത് ആ സമയത്ത് തന്നെ എത്ര വൈറൽ എന്നുള്ള വാക്ക് പോലും ഉണ്ടാവും. വൈറൽ എന്നുള്ള വാക്കെന്നുണ്ട്, പക്ഷെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രയോഗം അന്നില്ല. അദ്ദേഹം ഇന്ന് ചെയ്ത പാട്ടാണ്, കൈതപ്പുറം എഴുതിയ പാട്ടാണ് മിന്നൽ വള എന്നുള്ള പാട്ട്. അപ്പൊ അതിനൊരു ഏജോ കാലഘട്ടമോ ഒന്നും ഇന്ന് ഒരുപാട് വൈബ്രന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. എഴുത്തിന്റെ കാര്യത്തിൽ, സംഗീതത്തിന്റെ കാര്യത്തിൽ. സിനിമ തിരക്കഥാരചനയിൽ മാത്രമാണ് മോശം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ചും കൂടി എക്സ്പ്ലോറേഷൻ 90s-ലും 80s-ലും ഉണ്ടായിട്ടുണ്ട്. അതിന്ന് കുറവാണ്. അത് വേറെ രീതിയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പലപ്പോഴും തിരക്കഥാകൃത്തുക്കൾ ഡയറക്ടേഴ്സും കൂടിയാണ് ഇന്ന്. അന്ന് വേറെ ഒരു തിരക്കഥാകൃത്ത്, ഒരു സൂപ്പർ സ്റ്റാർ തിരക്കഥാകൃത്ത്, ഒരു സ്ക്രീൻ റൈറ്റർ എന്ന് പറഞ്ഞ ഒരു പേരുണ്ടായിരുന്നു. ലോഹിതദാസ് എന്നുള്ളൊരു പേരുണ്ടായിരുന്നു, MT വാസുദേവൻ നായർ എന്നുള്ളൊരു പേരുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ വലിയ പേരുകളൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പല ഡയറക്ടേഴ്സും അവർ തന്നെയാണ് എഴുത്തുകാർ ഇന്ന്. അപ്പൊ എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിന്ന് ഗാനരചന ഒരു മേഖലയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വൈബ്രന്റ് ആണ്. തിരക്കഥാരചനയിൽ നമ്മൾക്ക് കൺഫ്യൂസ്ഡ് ആണ്. തിരക്കഥാകൃത്ത് എന്നുള്ള ആൾക്കാർ ചിലപ്പോൾ അവസാനത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കരനായിരിക്കും. അതിനുശേഷം ഒരു തിരക്കഥാകൃത്ത് എന്നും പറഞ്ഞ് മാത്രം അറിയപ്പെടുന്ന ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം. കാരണം ശ്യാം പുഷ്കരൻ ഒരുപാട് പടങ്ങൾ എഴുതി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് തിരക്കഥാകൃത്ത് ഇപ്പൊ ഞാൻ തൊട്ടു മുമ്പ് അഭിനയിച്ച സിനിമ ദേവദത്ത് ഷാജി, പുള്ളി തന്നെ തിരക്കഥ രചന ചെയ്തിട്ട് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ധീരൻ എന്ന് പറഞ്ഞ സിനിമ. പുള്ളി പോപ്പുലർ ആയത് ഭീഷ്മപർവം എന്ന് പറഞ്ഞ സിനിമയുടെ തിരക്കഥാകൃത്തായിട്ടാണ്. മുരളി ഗോപി ഉണ്ട്. അങ്ങനെ വളരെ വളരെ വിരളമാണ്
തിരക്കഥാ രചനയിൽ. പക്ഷെ ഗാനരചനയിൽ അങ്ങനെയല്ല, ഇപ്പൊ മ്യൂസിക് ഡയറക്ഷനിലും അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങള് ബാക്കോട്ട് പോകും. നമ്മുടെ ഒരു ഫേവറേറ്റ് സോങ് സിനിമ എടുക്കുക അല്ലേ? ഇപ്പോഴും അത് ഇന്നത്തെ 90s പറഞ്ഞാലും ഇപ്പോഴും അവർ ആസ്വദിക്കുന്ന പഴയ സോങ്ങുകളാണ്. എനിക്ക് വലിയ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പ്രാവിൻകൂടി ഷാപ്പിന്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ആലുവയിലെ മറ്റേ സെന്റ് സേവിയേഴ്സിൽ പോയിരുന്നു. വിമൻസ് കോളേജാണ്. അവിടെ ചെന്നിട്ട് എൻ്റെ അടുത്ത് പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പാട്ട് പാടാം, പക്ഷെ എനിക്ക് വേണ്ടി 2 പാട്ട് പാടാൻ 2 പേര് വരണം ഞാൻ പറഞ്ഞു. അങ്ങനെ 2 പേര് വന്നു. അതിൽ 2 പേര് പാടിയ പാട്ട്, ഒന്ന് കാതിൽ തേൻ മഴയായി, അതും മണിമുറ്റത്താവണിപ്പന്തലും. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ മിനിമം, ഞാൻ പ്രതീക്ഷിച്ചു ഓക്കെ എൻ്റെ പാട്ട് പാടണ്ട എങ്കിലും മിനിമം ഒരു 10 വർഷത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു പാട്ടെങ്കിലും പാടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അവരാരും പാടി. പക്ഷെ സ്റ്റിൽ എന്നിട്ട് ഞാൻ എൻ്റെ പാട്ടുകൾ പാടിയപ്പോൾ അവർ എന്നേക്കാൾ അക്ഷരം തെറ്റാണ്ട് അവർ പാടി എന്നുള്ളതാണ് സത്യം. അത് എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ പാടി നടക്കാൻ പറ്റുന്ന പാട്ടുകൾ കൂടുതൽ 90s ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഇല്ലാന്ന് പറയുന്നത് ഞാൻ എന്നോടും എൻ്റെ ഒപ്പം ഉള്ള ആൾക്കാരോടും ചെയ്യുന്ന ഒരു ഇതാണ്. ഞാൻ ഒരുപാട് പാടി നടന്നിട്ടുള്ളൊരു പാട്ടാണ് ഈ അടുത്തുണ്ടായിട്ടുള്ളത്. നമ്മുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള മോസിൻ പെരേര, മഴവില്ലിലെ വെള്ളയ നൊമ്പരപ്പമ്പര ചുറ്റല് കണ്ടോ നീ. അങ്ങനെ വിഷ്ണുവിന്റെ പാട്ടുകൾ, വിഷ്ണു വിജയന്റെ പാട്ടുകൾ ഒരുപാട് നമുക്ക് പാടി നടക്കാൻ പറ്റുന്ന പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. പക്ഷെ കമ്പയർ ടു 90s അത് അറിഞ്ഞൂടാ. ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞതിന് ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. കുറച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ. കാരണം 10 വർഷം ഞാൻ ചെയ്ത പാട്ടുകൾ ഇന്ന് ആൾക്കാർ പാടുന്നുണ്ട്. ശരിയാ. അതെ. അപ്പം അത് കഴിഞ്ഞപ്പോ ഒരു 10 വർഷം കൂടി കഴിയട്ടെ, എന്നിട്ട് ആ ഇന്റർവ്യൂവിൽ നമുക്ക് നേരിട്ട് കാണാം. ഇപ്പൊ നമ്മൾ ഓരോ വർഷം ഇപ്പം സിനിമ ചെയ്യുന്നു, മൾട്ടി ടാലന്റ് ആണ്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ ആളുകൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് സിനിമയിൽ അല്ലേ? ഡയറക്ട് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസർ ആവുന്നുണ്ട്. ഒരുവിധപ്പെട്ട ഡയറക്ടേഴ്സ് ഒക്കെ അഭിനയിക്കാൻ വരികയാണ്. അത് വലിയ ശല്യമാണ്. അൽഫോൺസ് ഉൾപ്പെടെ. അതെ. അൽഫോൺസ് വാഴയിൽ അഭിനയിക്കും. അവന് വാഴ മാത്രമല്ല വേറെ കുറെ പടങ്ങൾ അഭിനയിച്ചോണ്ടിരിക്കും. അവനൊക്കെ നിർത്തി ഇവന് ചാൻസ് കൊടുക്കല്ലേ എന്നും പറഞ്ഞ് കുറെ പേരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇവർക്കൊക്കെ ഡയറക്ട് ചെയ്താൽ പോരെ? തേങ്ങല്ലേ. ഇപ്പൊ എന്താ പറയാ, എല്ലാവരും ഇപ്പൊ റീല് ഭയങ്കര ആക്റ്റീവ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അലി ഇപ്പൊ റീലില് ഭയങ്കര ആക്റ്റീവ്. ഇപ്പൊ ഞാൻ ആദ്യം സംസാരിച്ചത് റീലിലൊക്കെ ഉള്ള ആളല്ലേ എന്ന രീതിയിലാണ് ഞാൻ ചോദിച്ചത്. കാരണം റീൽ എന്ന് പറയുന്നത് ഇപ്പം സിനിമയുടെ ഒരു വലിയ 1.5 മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കുന്ന പകരം വളരെ സെക്കൻഡ് കൊണ്ട് ആളുകൾക്ക് ഒരു കഥ മനസ്സിലാവുക, ആളുകൾക്ക് കൂടുതൽ ആളുകളിൽ എത്തുക. സ്റ്റാർസ് എന്ന് പറഞ്ഞപ്പോ സിനിമയിൽ മാത്രമല്ലോ, റീൽസിലുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്, മാധ്യമങ്ങൾ, എല്ലാ ടൈപ്പ് ഓഫ് മാധ്യമങ്ങളിലും ഉണ്ട്, ഇൻക്ലൂഡിങ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലുണ്ട്, ടിവിയിലുണ്ട്. താങ്കളൊരു താരമാണല്ലോ. ഇങ്ങനെ നിങ്ങളുടെ മേഖല നിങ്ങൾ. അതെ. അതേപോലെ റീൽസ് കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് കഥ നല്ല സിനിമകൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഡയറക്റ്റ് മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ കോൺടാക്ട് ചോദിക്കും, ചോദിക്കുമല്ലോ അവസരങ്ങൾ. ഇപ്പൊ എല്ലാവരും റീലിലും ആക്റ്റീവ് ആവാൻ തുടങ്ങി, അല്ലെങ്കിൽ വെബ് സീരീസ്, ഷോർട്ട് ഫിലിം, എല്ലാ മേഖലയിലും ഈ പറഞ്ഞ അവസരങ്ങൾ തേടി പോകുന്നുണ്ട്. എപ്പോഴെങ്കിലും റീല് കാര്യങ്ങളിലേക്ക് ആക്റ്റീവ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം നമ്മുടെ മേഖല വേറെയാണല്ലോ. റീൽ എൻജോയ് ചെയ്യാറുണ്ട്. ഫീൽഡിലൊക്കെ ഒരുപാട് ആൾക്കാർ വരാണ്, ഇൻക്ലൂഡിങ് അലിൻ ജോസ് പെരേര. റീല് തന്നെയല്ലേ പ്രൊമോഷൻ റീലുകൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റീൽസ് എന്ന് പറയുമ്പോൾ. പ്രൊമോഷൻ നമ്മുടെ ഇപ്പൊ ഈ സിനിമയുടെ പ്രൊമോഷൻ വരുന്നു, നമുക്കതൊരു വീഡിയോ കണ്ടന്റ് ആക്കി ഇടുന്നതിൽ തെറ്റില്ല, അത് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അല്ലാതെ ഒരു പ്രയോഗിക്കേണ്ട സ്ഥലം വേറെയാണ്. അല്ല, ഇനിയിപ്പം എന്റെ കയ്യിലൊരു കണ്ടന്റ് ഉണ്ട്, അത് റീലിനുള്ളൊരു കണ്ടന്റ് ആണ് തോന്നുകയാണെങ്കിൽ റീൽ ചെയ്യാം. ഉള്ള കണ്ടന്റ് അപ്പോഴും സിനിമയ്ക്കുള്ളിലായിരിക്കും, സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അതിപ്പോ നമ്മൾ ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വന്നു, ഇതൊരു റീലാക്കി ഇടുന്നതിൽ ഒരിക്കലും നമുക്ക് അത് സിനിമയ്ക്കും കൂടെ വേണ്ടിയിട്ടല്ലേ, അല്ലാതെ അതിന് വേണ്ടി മാത്രമായിട്ടൊരു ചെയ്യാറില്ല. ആൾക്കാരുടെ ഇത് വേറെ, ടേസ്റ്റ് വേറെ അല്ലേ. ഹൈ ജമ്പ് ചാടുന്ന ആള് ലോങ് ജമ്പ് ചാടണമെന്നില്ലല്ലോ. ശബരിച്ചേട്ടൻ സംസാരിക്കുമ്പോഴേ ഇവിടെ കുറച്ചേരം ഇരുന്നാൽ മതി, നമുക്ക് പുതിയ പുതിയ കോണ്ടന്റ് കിട്ടും. നേരത്തെ ഒരു കോണ്ടന്റ് പറയുമ്പോൾ ഇത് ശരിക്കും ഈ പരിപാടി നടത്തുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ശബരിച്ചേട്ടൻ കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് ഒക്കെ കിട്ടും. ഇത് കൊള്ളാലോ, നല്ല ഐഡിയ ആണല്ലോ എന്നൊക്കെ. ശബരിച്ചേട്ടൻ എല്ലാവർക്കും ഐഡിയ കൊടുക്കുക. ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ യൂട്യൂബിലാണെങ്കിൽ റീൽസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, ഇവരുടെ റീൽസുകളുടെ വ്യൂസ് ഒരുപാടായിരിക്കും, ജെന്യുവൻ വ്യൂസ് ആയിരിക്കും. ഒത്തിരി ആൾക്കാർ ഇവരെ വ്യൂസ് കാണും, ഇവരുടെ റീൽസ് കാണും. നേരെ മറിച്ച് ഇവരൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഈ ഓഡിയൻസ് അവർക്ക് അവിടെ ഉണ്ടാവണമെന്നില്ല.
ശരിയാ. വിജയ് സേതുപതി അല്ലെങ്കിൽ വേറൊരു ആക്ടർ, ഞാൻ ഒരാളെ പേര് പറയല്ലോ, ഒരു ആക്ടർ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു ആക്ടർ ഒരു പക്ഷെ ഒരു റീലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ അത് റീച്ച് ആവണമെന്നില്ല. നേരെ മറിച്ച് അയാളൊരു സിനിമ ചെയ്താൽ സിനിമ കാണാൻ ഓഡിയൻസ് ഉണ്ടാവും. അതാണ് സിനിമയും ഇതും തമ്മിൽ. അതേപോലെ തന്നെ സ്റ്റേജും, സ്റ്റേജിൽ അത്ഭുതപ്പെടുത്തുന്ന ആർട്ടിസ്റ്റുകൾ സിനിമയിൽ വന്നിട്ട് 0 ആയിട്ടുണ്ട്. പക്ഷെ അവർക്ക് സ്റ്റേജ് കേടി വയ്ക്കാൻ പറ്റും. ആ പിന്നെ അതെ. ഓക്കെ, അങ്ങനെയാണ്. എന്തേലും പറയണമല്ലോ. ഇപ്പം നമ്മുടെ കാര്യം സീനിയർ ആയിട്ടുള്ള ആളുകളാണ്, ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ശ്വേത മാം ഉണ്ട്, നേരത്തെ പറഞ്ഞിട്ട് ഭയങ്കര ചില്ലാണ്. എനിക്ക് ഇന്റർവ്യൂ ചെയ്യണം ഒത്തിരി ആഗ്രഹിച്ചു, പക്ഷെ മിസ്സായി പോയി. എങ്കിലും നിങ്ങളുടെ ഒരു വൈബ് ഉണ്ടല്ലോ. നേരത്തെ ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ നിങ്ങളൊരു റീൽ ഇപ്പം യൂട്യൂബിൽ വൈറലാകുന്നുണ്ട്. അതിന്റെ രതി നിർവഹത്തിൽ നിങ്ങളുടെ കോംബോ ഭയങ്കര രസമാണെന്ന്. അത് ഓൾറെഡി ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തു. ആളുകളിലേക്ക് അപ്പൊ ഈ രതി നിർവേദം അഭിനയിക്കാൻ പോകുന്നു ചേട്ടൻ പപ്പു. പപ്പു അല്ലേ? പപ്പു. ഞങ്ങൾക്ക് ഇമാജിൻ ഇപ്പൊ അതാണ് കേട്ടോ, റീല് പപ്പു. അതൊക്കെ ആരാ അപ്ലോഡ് ചെയ്ത്? ആരോട് ചോദിച്ചിട്ട് അപ്ലോഡ് ചെയ്ത്? ഈ ഓക്കെ രജീന്ദ്ര 3 വരുവാണെങ്കിൽ ആ ഒരു കോംബോ ഇമാജിൻ ചെയ്യാൻ പറ്റോ? എനിക്കിപ്പോ എന്താ, എന്റെ ജോലി അതല്ലേ. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, എനിക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. 100% ഞാൻ പോയി ചെയ്യുകയും ചെയ്യും, ചേച്ചിയും ചെയ്യും. ഓ നൈസ്. ആർക്ക് എനിക്ക് കിട്ടിയാലും ചെയ്യട്ടോ, കിട്ടി ചെയ്യില്ല. പിന്നെ ഇവിടെ അങ്ങനെ ഒരു ക്യാരക്ടർ ബോൾഡ് ആയിട്ട് പോവാൻ പറ്റില്ല. മനസ്സിലായി, കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. ഓക്കെ, ഇന്ന് സിനിമയിൽ ഒരു സമയത്തെ പോലെ ഇന്ന് നല്ല കഥാപാത്രങ്ങളാണെങ്കിൽ ചെയ്യാൻ വേണ്ടി ആളുകൾ മുന്നോട്ട് വരുന്നുണ്ടല്ലേ. അതിനിപ്പം പക്ഷെ അത് ഉഗ്രം ക്യാരക്ടറാണ്. രതി നിർവേദം എന്ന് പറഞ്ഞ പടം മാസ്റ്റർ പീസ് പടമാണ്. 2 റീമേക്കും ആയിക്കോട്ടെ, അല്ല കണ്ടന്റ് ഞാൻ പറഞ്ഞത് പണ്ടത്തെ ഒരു കണ്ടന്റ് ആണല്ലോ. ആ കണ്ടന്റ് റീമേക്ക് ആണല്ലോ ഇപ്പൊ ശ്വേത ചേച്ചി ചെയ്തത്. അത് ഭയങ്കര രസമുള്ളൊരു കണ്ടന്റ് ആണ്. എന്താ പറയാ, ഇതിപ്പം എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഗിസപ്പെ ടൊർണാട്ടോ എന്ന് പറഞ്ഞ ഡയറക്ടർ മലീന എന്ന് പറഞ്ഞ പടം ചെയ്തതാണ്. അതാണ് അതിന്റെ ബേസ് ശരിക്കും പറഞ്ഞു. അതായത് ഒരു എന്താ, നമുക്ക് ഒരു ഇൻഫാക്ച്വേഷൻ ഉണ്ടാകും ആ പ്രായത്തിൽ, പ്രായം കൂടിയ ഒരാളോട്. അത് ആൺകുട്ടിക്കും ഉണ്ടാവാം പെൺകുട്ടിക്കും ഉണ്ടാവാം. അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥ എന്നുള്ളതാണ്. അത് അവിടെ ഉണ്ടായിട്ട് ലോകത്തിൽ ഇന്നും ഉണ്ടാവും, നാളെ ഉണ്ടാവും, മറ്റന്നാളും ഉണ്ടാവും. ഇത് മനുഷ്യനുള്ള എല്ലാ സമയത്തും ഇത് ഉണ്ടാവും. ഇത് ആൺകുട്ടിക്കും ഉണ്ടാവും പെൺകുട്ടിക്കും ഉണ്ടാവും. അത് വലിയ ആർഷഭാരത സംസ്കാരമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തേണ്ട ഒരു ഇല്ല. ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനെ സമ്മതിക്കില്ല. ഞാൻ പേഴ്സണലി അതിനെ അംഗീകരിക്കുന്ന ഒരാളേ അല്ല. കാരണം ഇത് വികാരമാണ്, ഇറ്റ്സ് ഹോർമോണിക്. ഇനിയിപ്പം എന്ത് ഞങ്ങളങ്ങനെ ആലോചിക്കാം. ഒരു മിനിറ്റ്, ആലോചിച്ചോ, കുഴപ്പമൊന്നുമില്ല. ആലിയുടെ ഒരു കാര്യം, റീൽസ് ഒക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം ഓർത്തതാണ്. അതായത് നമ്മുടെ സോങ് ഷൂട്ട് നടന്നില്ലേ, സോങ് ഷൂട്ട് നടന്ന സമയത്ത് മാസ്റ്റർ അല്ലല്ല, സോങ് ഷൂട്ടിങ് സമയത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യം, മാസ്റ്റർ ഇതേപോലെ സ്റ്റെപ്പ് എന്തോ തെറ്റിച്ച് ഞാൻ ആരെയെ വഴക്ക് പറഞ്ഞു. അപ്പൊ ആരെയെ ഭയങ്കരമായിട്ട് ഡെസ്പായിട്ട് ഭയങ്കര വിഷമമായി. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അന്ന് എന്നോട്. ഞാൻ മാസ്റ്റർ അങ്ങനെയാണ്, മാസ്റ്റർ പെട്ടെന്ന് ഷൂട്ട് ചെയ്തെടുക്കാനായിട്ട് വഴക്ക് പറഞ്ഞതായിരിക്കാം. പക്ഷെ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനുശേഷം ആലിയ റീൽസിൽ ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്തിട്ടുള്ള കുറേ വീഡിയോസിൽ കണ്ടു. അപ്പൊ ഞാൻ ആലിയ അത് പഠിക്കാൻ പോയി, ഡാൻസ് പഠിക്കാൻ പോയിട്ട് ആലിയ അത് ചെയ്തു. ഈ സിനിമയുടെ ആദ്യ സംവിധായകന്റെ സിനിമ ആദ്യമായിട്ട് അദ്ദേഹം സംവിധാനം ചെയ്ത പടത്തിലുള്ള നായികയാണ് ആലിയ. ഞാൻ അതിൽ ഒരുമിച്ച് അഭിനയിച്ച ആളാണ്. ഗംഭീര പെർഫോമൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആലിയ റീൽസ് ചെയ്യുന്നത് റീൽസിൽ മാത്രം അടങ്ങി നിൽക്കാനായിട്ടല്ല, എൻ്റെ ഒരു മനസ്സിലാക്കിയതാണ്. കാര്യം നല്ലൊരു കോ ആക്ടറാണ്. അപ്പോൾ ആലിയക്ക് സിനിമയിൽ വരണമെന്നും സിനിമയിൽ ഒരുപാട് അധികം കഥാപാത്രങ്ങൾ ചെയ്യണം. ഇപ്പൊ അതിനുള്ള ആകെ ഒരു വഴി അവരുടെ പെർഫോമൻസ് ലെവലിന് ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ചെയ്ത ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നേ ഉള്ളൂ. അത് വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു ഒരു ആഗ്രഹമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനെ വെറും മോശമാക്കിയിട്ട് ചെയ്യുന്നുണ്ട് പല ആൾക്കാരും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, റീച്ചിന് വേണ്ടിയിട്ട് അവരെ വിളി. അതെ, അതാണ് തെറ്റ്, അവരെ വിളി. സന്തോഷം തോന്നി, കാരണം ഞാൻ പറയാൻ ആഗ്രഹിച്ച എല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഫിലിമിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തേക്കുന്ന ഫിലിം റിലീസായി അത് ബ്രേക്ക് ആയിട്ടൊക്കെ വരുമ്പോഴേ നമ്മളെല്ലാം ഒരു ടാലന്റ് ഓഡിയൻസ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും തിരിച്ചറിയുള്ളൂ. അപ്പം എനിക്ക് എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ അതിനൊരു നല്ലൊരു ഉപാധിയാണ്
റീല്. ഇപ്പൊ ഒരു റീൽ എന്ന് പറയുമ്പോൾ ഒരു 60 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് ആയിരിക്കും സംതിങ് വരുന്നത്. ഇത് പെട്ടെന്ന് എല്ലാവരും കാണും. ഇപ്പൊ മില്യൺ അടിച്ചിട്ടുണ്ട് റീൽസുകൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 10ഓളം മൂവി ചെയ്തിട്ടുണ്ട്. ആ മൂവി ചെയ്തത് ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ റീല് ചെയ്തത് ഇപ്പം ട്രെയിനിൽ കയറിയാലും ബസ്സിൽ പോയാലും എവിടെ പോയാലും റീല് ചെയ്യുന്ന ആളല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഞാൻ ആ വ്യത്യാസം മനസ്സിലാക്കിയത് പോലും പുറത്തിറങ്ങുമ്പോഴാണ്. അത് ഭയങ്കര പ്രൗഡായിരുന്നു. സത്യം. നമ്മൾ തന്നെയാണ് അപ്പൊ നമ്മളെ ഒരാൾ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾക്ക് ടാലന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. ഇന്നത്തെ കാലത്ത് ആരും നമ്മൾ അംഗീകരിക്കുക കൂടിയില്ല. കാരണം ഒരുപാട് ആളുകൾ ഉള്ളൊരു സമയമാണ്. അപ്പൊ എന്റെ മുന്നിലുള്ള ഏക മാർഗം റീലായിരുന്നു. അപ്പൊ അത് ചെയ്തോണ്ടേ ഇരിക്കുന്നത്. എപ്പോഴെങ്കിലും നമ്മുടെ ഒരു ടൈം ആ ഒരു ട്രാൻസിഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ഒരു 50 വർഷം മുമ്പ് നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് ആൾക്കാർ വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കലാഭവന്റെ ട്രെൻഡ് വന്നപ്പോൾ മിമിക്രിയിൽ നിന്ന് ആൾക്കാർ വന്നു. ഇന്ന് റീലുകളിൽ നിന്ന് ആൾക്കാർ വരികയാണ്. ഈ നാളെ എവിടെ നിന്ന് ആൾക്കാർ വരും? എവിടെന്നായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളെ? എനിക്ക് ചിന്തിക്കാൻ വയ്യ. എനിക്ക് വിശന്നിട്ട് പാടില്ല. എനിക്കിപ്പോ ചിന്തിക്കാൻ വയ്യ. വിശന്നാൽ ഞാനല്ലാതാവും ആ ഒരു ഇതാണോ മൂടാണോ ആയിരിക്കും. ഈ ഇതില് ഡാൻസില് ശബരിചേട്ടൻ ഉണ്ടല്ലോ, ഇതില് എല്ലാരും ഉണ്ട്. ഡാൻസ് എല്ലാവർക്കും വഴക്കിട്ടിട്ടുണ്ടോ മാസ്റ്റർ ചെയ്ത്? രേണു ഉണ്ട്. മാസ്റ്റർ ചെയ്ത് വഴക്ക് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനൊന്ന് പറയട്ടെ. ഇപ്പം പറഞ്ഞോട്ടെ, ശബരീഷ് ചേട്ടന് ഓക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റിച്ചാലും സാരമില്ല കണ്ണ കുട്ട മാസ്റ്റർ ഇങ്ങനെയാണ്. മാസ്റ്റർ ഇങ്ങനെ പറയും നമുക്ക്, ഹേ ഉനക്ക് എന്നെ പൈത്യമാ, ഉനക്ക് സന്ന പുരിയാതാ, ശാന്തി മാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ഒരു ഫുൾ ക്രൗഡിന്റെ മുന്നിൽ വെച്ച് നമ്മളെ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് പറയുമ്പോൾ നമ്മൾ തളർന്നു പോകും. ശരിക്കും പറഞ്ഞാൽ എൻകറേജ് ആവില്ല, ഡിസ്കറേജ് ആണ് ആവുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ അത് നന്നാവാനായിട്ട് മാസ്റ്റർ പറഞ്ഞതാണ്. എന്നെയൊക്കെ എന്തോരം കളിയാക്കിയിട്ടുണ്ട്. നന്നാവാനായിട്ട് പറയുന്നതാണ്, അല്ലാതെ വേറെ ഒരു മാസ്റ്റർമാരും നമ്മളെ വഴക്ക് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എന്തൊക്കെ വേദികൾ എവിടെ നിന്നൊക്കെ നമ്മള്, ഞാനൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇൻസൾട്ടിങ് അനുഭവിച്ചിട്ടുണ്ട് ചെയ്യാത്ത തെറ്റിന്. ഇപ്പഴ സിനിമയിലെത്തിയതിനു ശേഷമല്ല, ഇതിനു മുമ്പ് ഇഷ്ടം പോലെ അയ്യോ ഇഷ്ടം പോലെ. നമ്മൾ ഒരു 100-200 അടങ്ങുന്ന ഒരു വലിയൊരു ഗ്രൂപ്പിലൊക്കെ നമ്മൾ ചെന്ന് വിടും, നാടകത്തിന്റെ വർക്ക്ഷോപ്പിലൊക്കെ. അവിടെ നിന്നൊക്കെ നമ്മൾ വളരെ ഇതായിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ്. ഇതെല്ലാം തിന്നാണ് നമ്മൾ ചീർക്കുന്നത്. അതെ അതെ. നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ആരും അവരുടെ അന്ന് അങ്ങനെ വഴക്ക് കിട്ടിയത് കൊണ്ടാണ്, അല്ല അന്ന് അങ്ങനെ വഴക്ക് കിട്ടിയത് കൊണ്ടാണല്ലോ ഡാൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നലുണ്ടായത്. അതിപ്പോ റീൽ സ്റ്റാർ ആയല്ലോ, നാളെ സിനിമയിൽ സ്റ്റാർ ആകും. തന്ന കാശ് ഈ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് ഇനി വരുന്ന പുതിയ ആളുകളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. എനിക്കൊന്ന് നിങ്ങളെ വന്ന ആ ഒരു വിഷമോ അല്ലെങ്കിൽ അത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് വന്നോണ്ടായിരിക്കും ചിലപ്പോൾ ഈസി ആയിരുന്നു അല്ല സിനിമയിലെത്തി. ഒരു പടം ചെയ്തു ഹിറ്റ്, പിന്നെ ഒരു പടം ചെയ്തു അത് സൂപ്പർ ഹിറ്റ്. ഇങ്ങനെ വലിയ വിഷമം ഉണ്ടായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. അല്ല അത് ഇൻഡസ്ട്രിയിൽ കേറുന്നതിലൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആ പടക്കം ഓണാവാനുള്ളൊരു ഒരു 4 വർഷം എടുത്തായിരുന്നു. അത് എന്നിട്ട് 18 വയസ്സ് തൊട്ട് അങ്ങനെ ഒരു 4 വർഷം, അതായത് അത്രേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞാ. പക്ഷേ അതിന്റെ ആ പടത്തിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഭയങ്കരമായിരുന്നു. അല്ലാണ്ട് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു ഒതുക്കലോ അങ്ങനെയുള്ളൊന്നും ഫേസ് ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ ഒരു ഒതുക്കലോ ഉണ്ടോ? അങ്ങനെ ഒതുക്കല് നമ്മള് ഫേസ് ചെയ്തിട്ടില്ല. ഒരിക്കലും സംഭവിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് പരാജയപ്പെട്ടുണ്ടെങ്കിൽ നമ്മളെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ്, അല്ലേ? നമ്മൾ ശരിയായ രീതിയിൽ ട്രാവൽ ചെയ്തില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെ ആരും ഒതുക്കാനുള്ള എത്രയൊക്കെ ഒതുക്കിയാലും എത്തേണ്ട അടുത്ത് എത്തും. നമ്മളൊരു കാര്യത്തിന് ആൾക്കാർ ഉറപ്പായിട്ടും നമ്മൾ ആരെയും വഴി വെട്ടി തടസ്സം ചെയ്തിട്ടല്ലോ വരണേ. നമ്മൾ നമ്മുടേതായ വഴി വെട്ടി വരുന്നില്ല. അപ്പം ഉറപ്പായിട്ടും എത്തേണ്ട അടുത്ത് നമ്മൾ എത്തി തന്നെ ചെയ്യും. എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. ഒരു ട്രാഫിക്കിൽ വണ്ടി ഓടിക്കുന്ന പോലെയാ. അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി എത്തിയല്ലേ പറ്റൂ. നമ്മുടെ ആവശ്യമില്ല. ചില നേരത്തെ എത്തും, ചില കുറച്ച് ലേറ്റ് ആയിട്ട് എത്തും. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ കട്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും നല്ലൊരു മോട്ടിവേഷൻ സോങ് ആയിട്ടൊക്കെ കറങ്ങും. അതിനുവേണ്ടി പറഞ്ഞതൊന്നും അല്ല കേട്ടോ, ഇനി അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതിനുവേണ്ടി പറഞ്ഞു കറങ്ങിയില്ലെങ്കിലും നമ്മള് നമ്മുടെ ലൈഫിൽ നിന്ന് കാര്യം പറഞ്ഞു. അതെ അതെ. ഇപ്പൊ നമ്മളിപ്പം ഏജ് കൂടിയെന്ന് മനസ്സിലാക്കുന്നത് ഇപ്പം പ്രേമം 10 വർഷമായി റിലീസായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ ഫോർവേഡ് മെസ്സേജ് വരുമ്പോഴാ 10 വർഷമായി പ്രേമം ഇറങ്ങിയിട്ട് എന്നത് നിങ്ങളും ചിന്തിക്കാറുണ്ട്? അല്ലെങ്കിൽ അങ്കമാലി കഴിഞ്ഞിട്ട് ഇപ്പൊ 8 വർഷമായി എന്ന് പറയുന്നത് വർഷം ഭയങ്കര സ്പീഡിലാ പോണേ.
ഇപ്പോഴും ഇപ്പം ശബരീഷ് എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ ഈ പറഞ്ഞ പ്രേമം ഉണ്ടാവും, ഇവിടെ അങ്കമാലി ഡയറീസ് ഉണ്ടാവും, അതിനുശേഷം 20ഓളം അല്ലെങ്കിൽ കൂടുതൽ സിനിമകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ കരിയറിൽ ഒരു ബെസ്റ്റ് മൂവിയാണത് എപ്പോഴും. അപ്പം ആ സിനിമ അല്ലെങ്കിൽ ആ പേര് എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ? രോമാഞ്ചം. ഒറ്റ വാക്കില? കാരണം പ്രേമത്തിന്റെ കാര്യം ചോദിച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പക്ഷെ പ്രേമത്തിനേക്കാൾ ഒരു പക്ഷേ എൻ്റെ അടുത്തോ അൽഫോൺസിൻ്റെ അടുത്തോ, നിവിൻ അതിനു മുമ്പ് സിനിമയിൽ വന്നു, അല്ലെങ്കിൽ അതിൽ അഭിനയിച്ചിട്ടുള്ള സിജുവും മലർവാടിയിൽ ഉണ്ടായിരുന്നു, കിച്ചു ആയിക്കോട്ടെ, ഷറഫ് ആയിക്കോട്ടെ, ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ള ഓക്കെ അവരെ മാറ്റി നിർത്തിക്കോ. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം പറയാം. നേരം ഹിറ്റായപ്പോൾ ഉണ്ടായിരുന്നൊരു വികാരം പ്രേമത്തിൽ കിട്ടിയിട്ടില്ലായിരുന്നു. നേരം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പിസ്ത എന്നുള്ള പാട്ടിറങ്ങി, അത് റീച്ചായി കഴിഞ്ഞപ്പോൾ ഇത് അങ്ങനെ ഒരു അത് പോട്ടറിൽ ലോട്ടറി അടിക്കുക എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, നമ്മൾക്ക് അറിഞ്ഞൂടായിരുന്നു ആ സമയത്ത്. എനിക്ക് പ്രത്യേകിച്ച് അറിഞ്ഞൂടായിരുന്നു. എന്നെ ഒരുപാട് പേര് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് അൽഫോൺസ് ആയിക്കോട്ടെ, മ്യൂസിക് ഡയറക്ടർ രാജേഷ് ആയിക്കോട്ടെ, നിവിൻ ആയിക്കോട്ടെ, ബോബി ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് അതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ഇത് ഭയങ്കര പാട്ടാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ എപ്പോഴും അത് ഈ അപ്ലോഡ് ചെയ്ത് ഉച്ച വരെ, അതായത് ഒരു 4 മണിക്കൂർ വരെ എൻ്റെ വിചാരം ഇത് അടുത്ത സിൽസിലയാണ് എന്നുള്ള രീതിയിലാണ്. നമ്മളെല്ലാവരും കളിയാക്കും ഇങ്ങനെ ഒരു പാട്ട് ഇറക്കിയെന്നുള്ള വിചാരമായിരുന്നു എനിക്ക്. പക്ഷെ ആ ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം ഈ ഇന്റർവ്യൂ വരെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ആ സന്തോഷം, ആ ഒരു മൊമെന്റിലെ സന്തോഷം, ആ ഉച്ചയിൽ എനിക്ക് കിട്ടിയ സന്തോഷം, അന്ന് ഉച്ചയ്ക്ക് പിസ്ത എന്ന് പറഞ്ഞ പാട്ട് അപ്ലോഡ് ചെയ്ത് അന്ന് ഉച്ചയ്ക്ക് കിട്ടിയ സന്തോഷം പ്രേമത്തിലും കിട്ടിയിട്ടില്ല. പക്ഷെ പ്രേമത്തിലെ എക്സ്പീരിയൻസ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. പിസ്ത എന്നുള്ള പാട്ട് 2016 IPL-ന്റെ ആന്തം വരെയായി, അവിടം വരെ അത് പോയി. അത് വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഫ്ലാഷ് മോബ് ചെയ്യുക ആ സമയത്ത്. ആ ഒരു 3-4 വർഷത്തിനിടയ്ക്ക് ഒരുപാട്. ഇന്നും ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് ഒരു സ്റ്റേജ് ഷോ ചെയ്തിരുന്നു. അപ്പം ഞാനൊരു ഒറ്റ പാട്ട് പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. സ്റ്റേജ് ഷോയ്ക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഒറ്റ പാട്ട് ഞാൻ പിസ്ത മാത്രം പാടുള്ളൂ എന്ന് പറഞ്ഞു. അത് പാടി ആ പ്രേക്ഷകർ ഒന്നും കൂടി പാടാൻ പറഞ്ഞ് 2 പ്രാവശ്യം ഞാൻ ആ പാട്ട് പാടി അവിടെ. അത് ഇന്നും അത് പ്രേക്ഷകർ ഒരു എന്താ പറയാ, അത് സെലിബ്രേറ്റ് അംഗീകരിക്കുന്നു എന്നുള്ളത്, ആ പാട്ട് എൻജോയ് ചെയ്യുന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് അന്നൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ആ സന്തോഷം പ്രേമത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. പ്രേമത്തിൽ ഉണ്ട്, ഓക്കെ, അത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഹിറ്റാണ്. ഇൻഡസ്ട്രികൾ മറ്റേ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞ എല്ലാം സീൻ മാറ്റുക എന്ന് പറഞ്ഞ സംഭവം നടന്ന ഇതൊക്കെ തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു ആദ്യത്തെ കുഞ്ഞിന്റെ ഒരു ഇതുണ്ട്. ഇത് തന്നെയാണ് അങ്കമാലി ഡയറീസിലും അങ്ങനെ തന്നെയാണ്. അങ്കമാലിയിലും തിയേറ്ററിന്റെ ഒരു അത് തന്നെയാണ് ശ്വേത ചേച്ചിയും പറഞ്ഞത്. അനശ്വരത്തിന്റെ കാര്യം ഏതാ ശ്വേത ചേച്ചി അനശ്വരത്തിനെ കുറിച്ച് പറഞ്ഞത് തന്നെയാണ്. ആദ്യത്തെ സിനിമയുടെ ഒരു നമ്മളൊന്നും ഇല്ലാത്തടത്തു നിന്നല്ലേ ഒരു കാര്യം ചെയ്യുന്നത്. ഒന്നുമില്ല, നമുക്കൊരു ഗോഡ് ഫാദേഴ്സ് ഇല്ല, ആരും. നമ്മളെവിടെയോ നിന്ന് വന്ന് കുറച്ച് പിള്ളേർ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് എവിടെയൊക്കെയോ പഠിച്ച് എന്തൊക്കെയോ അറിയാണ്ട് ഒരു പടം ചെയ്യുന്നു, അത് ഹിറ്റാവുന്നു. അത് ഇതിപ്പോ ആര് എന്ത് അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഇന്റർവ്യൂ ഞാൻ പറയാം, അതിന് എക്സ്ക്ലൂസീവ് ആയിട്ട് പറയാം. അത് കഴിഞ്ഞിട്ട് ഉള്ള നമ്മുടെ ചിന്ത ഇതിപ്പോ എന്ത് ചെയ്യണിപ്പോ, അടിച്ച മോളെ, അയ്യോ അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്റെ പൊന്നു ഇത് തന്നെയായിരുന്നു. ഇപ്പൊ റീ റിലീസ് വന്നോണ്ടിരിക്കുകയാണല്ലോ. ചോട്ട മുമ്പേക്ക് ഇപ്പൊ എല്ലാരും ആഘോഷിക്കുകയാണ് തിയേറ്ററിൽ പോയിട്ട്. അങ്കമാലിയും പ്രേമം റീ റിലീസിന് വരണം. പ്രേമം ആക്ച്വലി എല്ലാ വർഷവും റിലീസ് ചെയ്യുന്നുണ്ട്. അങ്കമാലി വരും അറിയില്ല. പ്രേമം കഴിഞ്ഞ വർഷവും റിലീസ് ചെയ്തു. എല്ലാ വർഷവും വാലന്റൈൻസ് ഡേക്ക് ഒരാഴ്ച ചെന്നൈയിൽ പ്രേമം റിലീസ് ഉണ്ട്. ഞാൻ ഒരു 3 വർഷം ഞാൻ അവിടെ പോയി ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നിവിൻ പോളി ഫാൻസ് അസോസിയേഷൻ ചെയ്തിട്ട് പാലക്കാട് അരോമ തിയേറ്ററിൽ അവിടെ ഒരു 4 വർഷം മുമ്പ് പ്രേമം റിലീസ് ചെയ്തത്. കാരണം ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ആദ്യത്തെ പ്രേമം ഞാൻ പ്രപ്പോസ് ചെയ്ത് അരോമ തിയേറ്ററിൽ നിറം കാണുമ്പോഴാണ്. ആ ഒരു ഓർമ്മ പുതുക്കാൻ ഞാൻ ചുമ്മാ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. ഇതൊക്കെ എനിക്ക് ഒത്തിരി കഥകൾ കേൾക്കണമെന്നുണ്ട്, പക്ഷെ സമയപരിധി ഉള്ളതുകൊണ്ടും നിങ്ങൾ വിശന്നിരിക്കുന്നതുകൊണ്ടും ഞാൻ ഓക്കെ അത് ഞാൻ എക്സ്ക്ലൂസീവ് വേറെ എടുക്കാം. അതൊക്കെ എന്തായാലും ലാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് പിസ്ത സോങ് ഓൾറെഡി എന്നോട് പറഞ്ഞു അവസാനം ഒരു മുക്കാമുഴം ലോട്ടെ ലാട്ടി മരുന്ന് കണക്കിന് വാറ്റിയെടുത്ത്
സുറുകറുക മുഖമുഴം പോട്ടെ മറിക്കൊഴുന്ത് കപത്തില് മാറ്റി പൊടിച്ച് പിസ്താസുമാക്കി റസോ മാറി ജമാക്കിറായ പിസ്താസുമാക്കി റസോ മാറി ജമാക്കിറായ ഡമാലേ ഡമ 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 ഡമലേ ഡമ ഡനക്കിനക്കന ഡേ ഡേ ഡസ്കിനക്കന ഡേ ഡേ ഡണ്ടനക ഡനക്കിനക ഡേ 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 ഡേ. പിസ്ത ഹിറ്റായതുപോലെ നമ്മുടെ ജങ്കാറും ഹിറ്റാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യണം. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു Thank സോ you, മച്ച്. thank you. താങ്ക് യു. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം.